നമ്മളുടെ മുമ്പിൽ അനവധി പരീക്ഷകളും അനവധി പരീക്ഷണങ്ങളുമുണ്ട്. LKG മുതൽക്ക് പരീക്ഷകൾ ധാരാളമാണ്. കോമ്പറ്റീഷൻ വരുന്നതാണ്, എൻട്രൻസ് എക്സാമിനേഷൻ, IAS, ഇങ്ങനെയുള്ള പരീക്ഷണം പോലെയുള്ള പരീക്ഷകൾ. അവിടെയെല്ലാം നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് പലപ്പോഴും വിജയം ഏതാണ്ട് ഉറപ്പിക്കാൻ സാധിക്കും, ഉദ്ദേശിച്ച ലെവലിലേക്ക് എത്താനും സാധിക്കും. പക്ഷേ ഒരു യുദ്ധം അല്ലെങ്കിൽ തീവ്രവാദികളോടുള്ള നമ്മുടെ ആക്ഷൻ, അല്ലെങ്കിൽ ഇലക്ഷനിലുള്ള ജയം, അല്ലെങ്കിൽ UNOയിലെ മെമ്പർഷിപ്പ്, അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, പരീക്ഷകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് കടന്നുകൂടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. ലോകരാഷ്ട്രങ്ങളിൽ ഭൂരിഭാഗം വിചാരിച്ചാലേ UNOയിലെ സെക്യൂരിറ്റി കൗൺസിലിലെ മെമ്പർഷിപ്പ് കിട്ടുള്ളൂ. അതുപോലെ നമ്മുടെ തന്നെ പാർലമെന്റിലെ, അസംബ്ലിയിൽ, പഞ്ചായത്തിൽ ഒക്കെ ഇലക്ഷന് ജയിക്കണമെങ്കിൽ അതൊരു പരീക്ഷണമാണ്. നമുക്ക് കപ്പാസിറ്റി ഉണ്ടായതുകൊണ്ട് മാത്രമായില്ല. അതുകൊണ്ട് ശ്രീകൃഷ്ണൻ കൂടെ ഉണ്ടായിട്ടും കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് ഹതോ വാ പ്രാപ്സ്യതി സ്വർഗം ജിത്വാ വാ ഭുക്ഷ്യത്തെ മഹീം. ഇത് നമ്മളും നമ്മുടെ മക്കളും രക്തത്തിൻ്റെ DNA-യുടെ ഭാഗമാക്കേണ്ട ഒരു നിർദ്ദേശമാണ്, സന്ദേശവുമാണ്. നീ നിന്റെ കർമ്മം ചെയ്യുക, ആ കർമ്മത്തിൽ നീ വിജയിച്ചാൽ ആ വിജയത്തിൻ്റെ സർവ റിസൾട്ടുകളും റിവാർഡുകളും എൻജോയ്മെന്റുകളും നീ ആസ്വദിക്കുക. പരാജയപ്പെടാനും സ്വാതന്ത്ര്യമുണ്ട്, പരാജയപ്പെടാനും സാധ്യതയുണ്ട്, പരാജയപ്പെടാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്, പരാജയപ്പെടുത്താനുള്ള പ്രവൃത്തികൾ ചുറ്റും നടന്നു എന്ന് വരും. പലപ്പോഴും നമ്മളുടേതായിട്ടുള്ള കൺട്രോളിലായിരിക്കില്ല കാര്യങ്ങൾ. അപ്പോ ഹതോ വാ പ്രാപ്സ്യതി സ്വർഗം, നീ പ്രവർത്തിക്കാനുള്ളത് പ്രവർത്തിക്കുക. ആ പ്രവൃത്തിയിലൂടെ ഒത്തിരി നേട്ടങ്ങളും അനുഭവ സമ്പത്തുകളും എല്ലാം നമുക്ക് ലഭിക്കും. പക്ഷെ നെറ്റ് റിസൾട്ട് വിജയിക്കുന്നു എന്ന ഫൈനൽ പോയിന്റിൽ ചിലപ്പോൾ എത്താൻ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് പരാജയപ്പെട്ടാൽ you have performed your duty, your responsibility, and you have enjoyed partly your privilege while doing that dharma. ഇതൊരു ഭഗവത്ഗീതയിലെ സമുജ്വലമായിട്ടുള്ളൊരു സന്ദേശം. ഏത് കുട്ടിയോടും, ഏത് വ്യക്തിയോടും, ഇന്റർവ്യൂവിന് പോകുന്നവനോടും, യുദ്ധത്തിന് പോകുന്നവനോടും, വിദേശത്ത് പോകുന്നവനോടും, ഹയർ സ്റ്റഡീസിന് പോകുന്നവനോടും, ഈവൻ വിവാഹ ജീവിതത്തിൽ പോലും ഒരു പരിധിവരെ അതല്ലേ ഹതോ വാ പ്രാപ്സ്യതി സ്വർഗം. നീ നിന്റെ കർമ്മത്തിൽ പരാജയപ്പെട്ടാൽ നിന്റെ ഭാഗത്തു നിന്ന് കുറവുകളൊന്നും, തെറ്റുകളൊന്നും, അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ഞാൻ ചെയ്യാനുള്ളത് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചു. വിജയം എനിക്ക് കിട്ടിയില്ല, അതിൽ ഞാൻ ദുഃഖിക്കുന്നില്ല, എൻ്റെ ധർമ്മം ചെയ്തു എന്നുള്ളതിൽ അഭിമാനിക്കുന്നു, സന്തോഷിക്കുന്നു. ജിത്വാ വാ ഭുക്ഷ്യത്തെ മഹീം, വിജയിച്ചാൽ, യുദ്ധത്തിലാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ അധിപനായിട്ട് തീർന്ന അർജുനന് അഭിമാനത്തോടുകൂടി ആസ്വദിക്കാൻ സാധിക്കും. മറ്റുള്ളവന് വിജയത്തിൻ്റെ റിസൾട്ട്, ഇന്റർവ്യൂ ആണെങ്കിൽ ഒരു നല്ല ജോലി കിട്ടി, ഹയർ സ്റ്റഡീസ് ആണെങ്കിൽ അഡ്മിഷൻ കിട്ടി, അല്ല മാർക്ക് കൂടുതൽ കിട്ടുകയാണെങ്കിൽ അടുത്ത ഇന്റർവ്യൂവിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ വിജയിച്ചാൽ തീർച്ചയായിട്ടും അത് ആസ്വദിക്കാം. അപ്പോൾ ചെയ്യാനുള്ള കർമ്മം അടിമുടി ഭംഗിയായിട്ട് ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റിയോടുകൂടി ചെയ്യുക. ഇത് ഇലക്ഷനും ആപ്ലിക്കബിൾ ആണെന്ന് മറക്കരുത്. പ്രണാമം, നമസ്കാരം.